ഇന്നലകളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ നടുവില് ഈ അൾത്താരയുടെ മുമ്പിൽ ഇന്നലകളിൽ കണ്ണുനീരൊഴുക്കിയ ജീവിതങ്ങൾ ഇന്ന് കർത്താവ് കണ്ണുനീരിന്റെ ഫലമായി മാളിക കൊട്ടാരം നൽകിയിട്ട് ഇന്ന് ഈ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ടാകും. ഏറ്റവും വലിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനുള്ള അഭിഷേകം. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്താ അഭിഷേകം? നിങ്ങൾ വേറെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആരാധനയ്ക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു ഇതേക്കുറിച്ച് ഒന്നും പറയണ്ട. എന്തിനാ? വരങ്ങളെ കുറിച്ചും ദാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. ഭാഷാവരത്തെ കുറിച്ചും പ്രവചന വരത്തെ കുറിച്ചും ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരത്തെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നേ? സ്നേഹിക്കാനുള്ള വരം നഷ്ടപ്പെട്ടവന് ഈ വരം കിട്ടിയത് കൊണ്ട് എന്ത് നേട്ടം? അവൻ ആത്മനാശത്തിലാണ്. എന്തൊക്കെ വരമുണ്ടെങ്കിലും ഒരുവനെ സ്നേഹിക്കാൻ പറ്റണില്ലേ? കുടുംബത്തിലുള്ള അപ്പനെ, അമ്മയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വികാരിയച്ഛനെ, അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ദൈവ പൈതലേ, സ്വന്തമാക്കിയതൊന്നും നേട്ടമായിരുന്നില്ല.